വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട സംഗതി. അനാഥനായ ഒരു കുട്ടിയുടെ സ്വത്ത്, പാപ്പ മരിച്ചുപോയ നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ സമൂഹത്തിലോ അതാവട്ടെ, അനാഥനായ ഒരു കുട്ടി, ആ അനാഥനായ ഒരു കുട്ടി വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഒരനാഥയുടെ സ്വത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ അടുക്കരുത്. ഒരു കുട്ടിയുണ്ട്, എത്തിയും കുട്ടിയാണ്, ഓൻ്റെ പേരിൽ ഒരു 10-20 കോടി റുപ്യേൻ്റെ സ്വത്തുണ്ട്, അതങ്ങനെ കണക്കില്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. എന്നിരിക്കെ അത് എത്ര നമ്മൾ വാരിക്കൂട്ടിയാലും ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയിലാണെന്ന് വിചാരിച്ചോളി. ആ സ്വത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ അതിന് അള്ള വെച്ച നിബന്ധന എന്താ നിങ്ങൾ? അത് ഇല്ലാ ബില്ലതി അഹ്സൻ. ഇപ്പം നിലവിൽ എത്രയാണുള്ളത് അതിനേക്കാൾ നന്നായി ആ സ്വത്ത് ആ കുട്ടിക്ക് തിരിച്ചു കിട്ടുന്ന രൂപത്തിലല്ലാതെ നിങ്ങൾ ആ സ്വത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇപ്പൊ അവന് 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് അവന് 11 ലക്ഷം ആക്കി കൊടുക്കാനല്ലാതെ അതിന് ഇങ്ങോട്ട് 2 ലക്ഷം എനിക്ക് കിട്ടട്ടെ എന്നുള്ള നിലക്ക് ആ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. അനാഥനായ ഒരു കുട്ടിയുടെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അത് ആ കുട്ടിക്ക് ഗുണം കിട്ടാനല്ലാതെ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഒരിക്കലും ആ സ്വത്തിലേക്ക് നിങ്ങൾ പോകരുത്. അനാഥന്റെ സ്വത്ത് ഭയങ്കര പ്രശ്നമാണോ, കരുതിക്കൊള്ളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സബുൽ മൂബിഖാത്തുണ്ടല്ലോ, റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ വിനാശകാരികളായ, നിങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, സബുൽ മൂബിഖാത്ത് അതാണ് ഡിലിറ്റ് ചെയ്ത് കളയുന്ന, നമ്മളെ അങ്ങോട്ട് പറ്റങ്ങട്ട് ഇല്ലാതാക്കി കളയുന്ന 7 കാര്യങ്ങൾ ഇസ്തനിബു, നിങ്ങൾ വർജിക്കണം കേട്ടോ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂല ഏതൊക്കെയാണോ ഭയങ്കര കാര്യങ്ങൾ? അപ്പൊ അങ്ങനെ പറഞ്ഞ ഷിർക്കുബില്ല, 1 ഷിർക്കാണ്, 2 സിഹർ ഈ മാരണം കൂടോത്രം, 3 അൽ ഖത്ലു കൊലപാതകം, 4 എന്താ നിങ്ങള് അഖ്ലു റിബ പലിശ തിന്നുക, 5 അഖ്ലു മാലുൽ യതീം യതീമിന്റെ സ്വത്ത് തിന്നുക. യതീമായ ചിലപ്പോൾ ഇഷ്ടംപോലെ സ്വത്തുണ്ടാവും, നമ്മൾ പാവങ്ങളേക്കാരം ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ നമ്മളെ പെങ്ങന്മാരൊക്കെ പെങ്ങളെ കുറച്ച് പൈസ ഉള്ള പേരേക്കാണ് കെട്ടിച്ച്, നമ്മൾ ദാരിദ്ര്യം കൂലിപ്പണി ഔട്ടിക്കോ കൺസ്ട്രക്ഷൻ വർക്കിനെ പോണ ആളാണ്. പക്ഷെ പെങ്ങളെ ഒരു പൈസക്കാരൻ കെട്ടി, അതിലൊരു കുട്ടി ഉണ്ടായി, കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളാണ് മരിച്ച്. ആ സ്വത്ത് മുഴുവൻ ഈ കുട്ടിൻ്റെതും പെങ്ങളതുമായി. നമ്മളാണെങ്കിൽ പട്ടിണിയാണ്, എന്നാ ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ടാണ് ജീവിക്കുക എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അനാഥന്റെ സ്വത്തിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. 5 പൈസ ആ സ്വത്ത് നമ്മുടെ സ്വത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അനാഥനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ ഹൈറ്, അവന്റെ പുരോഗതി, അവന്റെ വളർച്ച, അതിനല്ലാതെ ആ അനാഥന്റെ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞേ. വലാ തഖ്റബൂ, നേരത്തെ പറഞ്ഞ അതേ ശൈലിയ, നിങ്ങൾ അടുക്കരുത് ആ സ്വത്തിലേക്ക്. വലാ തഖ്റബൂ മാലൽ യതീം ഇല്ലാ ബില്ലതി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ. ഓന് പ്രായപൂർത്തിയാകണ വരെ, ഓന് പ്രായപൂർത്തിയും പക്വതയൊക്കെ ആയാൽ പിന്നെ ഓനും നിങ്ങൾ തമ്മിൽ ബിസിനസ് കച്ചവടം എന്തോ ചെയ്തിക്കോളി, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഓന് പ്രായപൂർത്തിയാകുന്നത് വരെ ആ സ്വത്ത് തൊടുമ്പണ്ടല്ലോ തീക്കട്ടയിൽ തൊടുന്ന പോലെ കരുതിക്കോളിണ്ടാ.